നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. വൈഭവ് സൂര്യവംശിയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ സെൻസേഷൻ. ഈ IPL അദ്ദേഹം 776 റൺ അടിച്ചുകൂട്ടി ഒരുപാട് റെക്കോർഡുകൾ തകർത്തു. എന്തായാലും ഇപ്പോൾ പണക്കിലുക്കം എന്ന് പറഞ്ഞാൽ കോടികളുടെ പണക്കിലുക്കാണ് വൈഭവ് സൂര്യവംശിക്ക് പിറകെ എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാറ്റ് സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിനായി ഒരു കമ്പനി ബ്ലാങ്ക് ചെക്ക് വരെ നൽകാൻ തയ്യാറായി എന്നാണ് അറിയുന്നത്. ആ കമ്പനി 12 കോടി രൂപ വർഷം കൊടുക്കാം എന്ന ഓഫർ വെച്ചു എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ പല കമ്പനികളും ടയർ കമ്പനികൾ ഉൾപ്പെടെയുള്ള വലിയ കമ്പനികൾ CEAT, MRF പോലുള്ള വലിയ കമ്പനികൾ വൈഭവ് സൂര്യവംശിക്ക് പിറകെയാണ് ബാറ്റ് സ്പോൺസർഷിപ്പിന് എന്നാണ് അറിയുന്നത്. ഇനി വൈഭവ് സൂര്യവംശി 12 കോടി രൂപയുടെ കരാറിൽ ഒപ്പിടുകയാണെങ്കിൽ അത് ഏതാണ്ട് വിരാട് കോഹ്ലിയുടെ ബാറ്റ് സ്പോൺസർഷിപ്പിന് തുല്യമായിട്ട് വരും. വിരാട് കോഹ്ലിക്ക് ഇപ്പോൾ MRF 12.5 കോടി രൂപയോളമാണ് കൊടുക്കുന്നത് എന്നാണ് അറിയുന്നത്. എന്തായാലും വിരാട് കോഹ്ലിക്ക് അടുത്ത് വരുന്ന ഒരു സ്പോൺസർഷിപ്പ് തുകയായി മാറും ആ 12 കോടി എന്നതിൽ സംശയമില്ല. ശുഭ്മാൻ ഗില്ലിനും ഏതാണ്ട് സമാനമായ വലിയ പൈസയാണ് ശുഭ്മാൻ ഗില്ലും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഋഷഭ് പന്ത് വർഷത്തിൽ 8 കോടി രൂപയാണ് ബാറ്റ് സ്പോൺസർഷിപ്പിന് കമ്പനിയിൽ നിന്ന് വാങ്ങുന്നത്. നിലവിൽ വൈഭവ് സൂര്യവംശിക്ക് വെറും 50 ലക്ഷം രൂപയാണ് ബാറ്റ് സ്പോൺസർഷിപ്പ് വക കിട്ടുന്നത്. അതിൻ്റെ 24 ഇരട്ടിയാണ്. 12 കോടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 24 ഇരട്ടിയാണ് ഈ ഒരൊറ്റ IPL കൂടി വൈഭവിന് കിട്ടാൻ പോകുന്നത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ഈ കഴിഞ്ഞ ലേലത്തിൽ 1 കോടി 10 ലക്ഷം രൂപയ്ക്കാണ് വൈഭവിനെ എടുത്തത്. അത് പൂർണ്ണമായി മുതലായി എന്ന് മാത്രമല്ല അതിൻ്റെ 25 ഇരട്ടി മുതലായി എന്ന് വേണമെങ്കിൽ പറയാം. വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം 776 റണ്ണാണ് അയാൾ ആ 15-കാരൻ അടിച്ചു കൂട്ടിയത് ഈ IPL. ഒരുപാട് റെക്കോർഡുകൾ തകർക്കുകയും ചെയ്തു, ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച റെക്കോർഡുകൾ അടക്കം. അപ്പോൾ എന്തായാലും വലിയ കിലുക്കവുമായിട്ടാണ് വലിയ ബ്രാൻഡുകൾ, വലിയ കമ്പനികൾ ബ്ലാങ്ക് ചെക്കുമായി വൈഭവിന് പിറകെ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.